മലപ്പുറം പറപ്പൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. കുളത്തിൽ വീണ അപകടമുണ്ടായിരിക്കുന്നു. അമ്മയും 2 കുട്ടികളും മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, ഏറെ ദാരുണമായ ഒരു വാർത്ത വരുന്നു. വിശദാംശങ്ങൾ എന്താണ്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? വിനീത, അല്പസമയം മുമ്പ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ദാരുണമായിട്ടുള്ള അപകടമുണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിലെ മേഖലയിൽ ഉള്ള ഒരു കുളമാണത്. പള്ളിയോട് ചേർന്ന് ഉള്ള ഒരു കുളമാണ്. ആ ഒരു കുളത്തിൽ കുളിക്കുന്നതിനിടയിലാണ് അമ്മയും 2 കുഞ്ഞുങ്ങളും മരിച്ചിരിക്കുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലാണ്. ഇങ്ങോട്ടേക്കാണ് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കുട്ടികൾ വീട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടി പോയതായിരിക്കാം നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ അതിലൂടെ വഴിയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു കുട്ടീനെ കണ്ടു ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ച് വരുത്തി. അപ്പോൾ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ കുട്ടീനെ രക്ഷപ്പെടുത്തിയ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ട്. എപ്പോഴോ മരിച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞത് ആ വീട്ടിൽ ഒരു കുട്ടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു 2 കുട്ടികളുമാണ്. അമ്മയും ഒരു കുട്ടിയും കൂടി കൊണ്ട് ബാക്കി കാണാനില്ല. അപ്പോൾ അവിടെ ഉണ്ടാവും, ഡ്രസ്സൊക്കെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരെ ഇറങ്ങി തപ്പിയോ 2 കിട്ടി, 2 ബോഡിയും കിട്ടി. നാട്ടുകാർ തന്നെയാണോ? പറപ്പൂരുള്ള ആളുകൾ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണോ? സാധാരണ കുളിക്കുന്ന ഒരു കുളം തന്നെയാണ് അവിടെ ഉള്ളത്. നടന്ന് ഏറെ നേരം കഴിഞ്ഞതിന് ശേഷമായിരിക്കല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മളെ. കാരണം ആദ്യത്തെ ബോഡി തന്നെ മരിച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് കുട്ടീനെ മരിച്ചു കാണാണ് കിട്ടുന്നത്. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് തന്നെ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങളൊക്കെ വിവരം മുമ്പ് കണ്ടിരുന്നു. കുളിക്കാൻ വരുന്ന 1 മണിക്കൂർ മുമ്പ് കണ്ട ആൾക്കാരുണ്ട്. അവർ കുളിക്കാൻ പോയതാണ്. അപ്പം നമ്മൾ സങ്കല്പിക്കുന്നത് വെച്ചാൽ ആർക്കും നീന്തറിയില്ല. 3 കുട്ടികൾക്ക് നീന്തറിയില്ല. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അധികം ഒരാൾ പോയിട്ടുണ്ടാവും. പിന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പിടിച്ചിട്ടുണ്ടാവും. ഒന്നും അറിയില്ല. മൂന്നാൾക്ക് നീന്തൽ അറിയില്ല. അതാണ് മരണത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണം സംഭവിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പുതിയ കിടന്ന് കയറ്റി പുറത്ത് നിർത്തി. പിന്നെ 2 ആളുള്ളത് അറിഞ്ഞത് നമ്മൾ. അങ്ങനെയാണ് സംഭവിച്ചത്. അത് ഇപ്പോഴും സംഭവിച്ചത് കുറച്ച് മുന്നേ സംഭവിച്ചത്. 1 മണിക്കൂർ കണ്ടാൽ പോലെ അതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരു ബോഡി പൊന്തലേക്ക് അത്ര ടൈം വേണ്ടേ? അത് പൊന്തൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ കാല് കുത്തിയിട്ട് തല പൊന്തിയാ തോന്നുന്നുണ്ട്. അടിയിൽ കാല് കുത്തിയിട്ട് നമ്മൾ തല പൊന്തുമല്ലോ. അങ്ങനെയാണ് സംഭവം. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത്. എത്ര പ്രായമുള്ള ആൾ? ഒരാൾ 18 വയസ്സ്, പിന്നെ ഒരാൾ 12-13 വയസ്സുണ്ടാവും. IHL +2 മകൾ പഠിക്കണ്ടേ. +2 പഠിക്കണേ. അവരെ സ്ഥിരം കുളിക്കാൻ വേണ്ട സ്ഥലമാണ്. അവർ കുളിക്കാൻ വരുന്ന സ്ഥലമാണത്. അപ്പോൾ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആരെയും ഒരാൾ താന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരിക്കും എന്നാണ്. ഇത് അല്ലാതെ അങ്ങനെ 3 ഒന്നിച്ചു പോലല്ലോ. ശരി, ഏതായാലും ദാരുണമായ വിവരം തന്നെയാണ്. കുളത്തിൽ കുളിക്കാൻ പോയ അമ്മയും മക്കളുമാണ് ഇപ്പോൾ മുങ്ങി മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറെ ദാരുണമായ വാർത്തയാണ് മലപ്പുറത്ത് നിന്നും വന്നത്.